ഉയർത്തിയെഴുന്നേൽപ്പ്. ശൈത്യകാലത്തെ ഒരു സുപ്രഭാതം. മഞ്ഞുവീഴ്ച കാരണം തൊപ്പിയും സ്വെറ്ററും ധരിച്ചു ഒരു ചെറിയ കടയിൽ ചൂട് ചായ ഊതി കുടിച്ചു കയ്യിലുള്ള പത്രങ്ങളിൽ ഒന്നെടുത്ത് കണ്ണൊടിച്ചുകൊണ്ട് അന്നത്തെ ദിനചര്യ. ശ്രീനിവാസൻ തുടങ്ങി. ശ്രീനിവാസൻ ഒരു പത്രപ്രവർത്തകനാണ്. മലയാള ഭാഷാ പ്രസിദ്ധീകരണത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലായിരുന്നു ജോലി. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ജോലി രാജിവെച്ചു ഒരു സായാഹ്നപത്രം സ്വന്തമായി തുടങ്ങിയിരിക്കുകയാണ്. അച്ചടി മാധ്യമങ്ങളായിരുന്നു അക്കാലത്തെ ജനങ്ങൾക്കുള്ള ആശ്രയം. പ്രഭാതവാർത്തകളിൽ നിന്നും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന വാർത്തകൾ കുറിച്ച് വെച്ചു പൊടിപ്പും തൊങ്ങലും ചേർത്ത് വലിയ ന്യൂസായി സായാഹ്നപത്രത്തിൽ അച്ചടിപ്പിക്കും. അങ്ങനെ ഒരു ന്യൂസ് ആയിരുന്നു അന്ന് ശ്രീനിവാസന് ലഭിച്ചത്. തലസ്ഥാനത്ത് എത്തിയ തീവണ്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പെട്ടിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം. പോലീസ് അന്വേഷിക്കുന്നു. ശ്രീനിവാസന്റെ ദിനചര്യയിൽ ഉൾപ്പെട്ടിരുന്ന മറ്റൊരു പ്രവൃത്തിയായിരുന്നു പോസ്റ്റ് ഓഫീസ് എന്ന പന്മത്തി. ജനങ്ങൾ അറിയാനാഗ്രഹിക്കുന്ന സംഗതികൾ കത്തിലൂടെ ലഭിച്ചാൽ ന്യൂസ് പേപ്പറിലൂടെ അതിനുള്ള മറുപടി കൊടുക്കും. ധാരാളം കത്തുകൾ വന്നിരുന്നു. അതിലൊരു കത്തെടുത്ത് ശ്രീനിവാസൻ വായിക്കാൻ ആരംഭിച്ചു. ഒരു കുഗ്രാമത്തിലെ ദരിദ്ര കുടുംബം. 4 കുട്ടികളിൽ ഇളയവളായിരുന്നു സാറ. വിദ്യാഭ്യാസം കുറവായിരുന്നു, പക്ഷേ സൗന്ദര്യവതിയായിരുന്നു. ജന്മിയും വിദേശത്ത് കച്ചവടവുമൊക്കെയുള്ള ഒരു ധനവാൻ അവളുടെ മോഞ്ച കണ്ടിനിക്ക കഴിച്ചു. സാറയ്ക്ക് 16 വയസ്സായിരുന്നു പ്രായം. അയാളുടെ ഭാര്യമാരിൽ ഒരാളായി മണിമാളികയിൽ എത്തി. ധാരാളം ജോലിക്കാർ, എന്തിനും ഏതിനും ഒരു കുറവുമില്ല. മധുവിധു കഴിഞ്ഞയുടൻ അയാൾ വിദേശത്തേക്ക് പോയി. അയാളോട് തോന്നി തുടങ്ങിയ പ്രണയം തീവ്രമാകാൻ തുടങ്ങുമ്പോൾ വേർപെടേണ്ടിവന്ന സാഹചര്യത്തിൽ നിന്നു മുക്തി നേടാനാവാതെ ഉണ്ടായ ഒറ്റപ്പെടൽ അവൾക്ക് ഭയാനകമായി തോന്നി. ആ സമ്മർദ്ദവും ഉത്കണ്ഠയും നിദ്രാവിഹീനമായ രാത്രികൾ സമ്മാനിച്ചു. പട്ടുമെത്തയിൽ കിടന്നു മറിഞ്ഞു. വിരസത അകറ്റാൻ ഷോപ്പിംഗിന് പോകാൻ തുടങ്ങി. പോയി വരാൻ കാറും ഡ്രൈവർ റിയാസും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയും തമാശകൾ പറയുകയും പതിവായിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം റിയാസ് അവന്റെ സ്നേഹിതന്മാരോട് പറയുകയും അവർ പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊടുത്തിരുന്നു. ഒരു സ്നേഹിതൻ അവനോട് കണിശമായി പറഞ്ഞു, "ഡാ മോഴന്താ, നീ അവളെ കേറിമുട്ട്." അന്ന് രാത്രിയിൽ റിയാസ് അതിനെപ്പറ്റി കുറെ ആലോചിച്ചു. ചങ്ങാതി കള്ള് കുടിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും കാര്യമുണ്ടെന്ന് അവന് തോന്നി. ഒരു തവണ ഷോപ്പിംഗ് കഴിഞ്ഞ് സാധനങ്ങൾ അവളുടെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു തിരിച്ചു വരുമ്പോൾ സാറ അവന് കുറച്ചു പൈസ കൊടുത്തു. അത് വാങ്ങിയിട്ട് സാറയെ ബലമായി പിടിച്ചു ചുംബിച്ചു. സാറ അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു, കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ആക്രോശിച്ചു, "പോട ഹിമാറെ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും." അവൻ പേടിച്ചു വീട്ടിലേക്ക് പോയി. മണ്ടത്തരം കാണിച്ചതാലോചിച്ച് സ്വയം പഴിച്ചു. 3-4 ദിവസം വീട്ടിൽ പോലീസിനെ ഭയന്ന് കഴിച്ചുകൂട്ടി. 5-ാമത്തെ ദിവസം അവനെ വിളിക്കാൻ ആള് വന്നു. അവൻ ഭയന്നിട്ട് പോയില്ല. വീണ്ടും ആള് വന്നു. നിവൃത്തിയില്ലാതെ അവനു പോകേണ്ടി വന്നു. സാറയുടെ മുൻപിൽ റിയാസ് കുറ്റബോധത്തിൽ തല താഴ്ത്തി നിന്നു. അറ്റുപോയെന്ന് കരുതിയ റിയാസിനോട് തോന്നിയ അനുരാഗം തീകഷണമായി കത്തിപ്പടർന്നു. സാറയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു നിൽക്കുന്ന റിയാസിനെ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ പിണക്കങ്ങൾ പ്രണയത്തിനും അനുരാഗത്തിനും അപ്പുറം കാമാഗ്നിയിൽ ജ്വലിച്ചു. അവരുടെ മനസ്സും ശരീരവും ഒന്നായി. അതിനുശേഷമുള്ള ഓരോ ദിനരാത്രങ്ങൾ പ്രണയ സാഫല്യത്തിൻ്റെതായിരുന്നു. സാറയുടെ പ്രണയകഥകൾ വീട്ടുജോലിക്കാർക്കിടയിൽ സംസാര വിഷയമായി പതുക്കെ കുടുംബത്തിലും എത്തി. അത് മനസ്സിലാക്കിയ അവർ പണ്ടങ്ങളു പണവുമായി സ്ഥലം വിട്ടു. പറവകളെ പോലെ പാറി നടന്നവർ ആഘോഷിച്ചു. പണം തീർന്നുതുടങ്ങിയപ്പോൾ വാടകയ്ക്ക് മുറിയെടുത്ത് താമസിക്കേണ്ടതായിരുന്നു. വാടക കൊടുക്കാനില്ലാത്തത് കൊണ്ട് റിയാസ് വീട്ടുടമസ്ഥനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ പലരെയും. റിയാസിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം തേടുന്നതിനിടയിൽ റിയാസിനെ ആരോ ഉപദേശിച്ച പ്രകാരം സാരയെയും കൊണ്ട് അവൻ ഊട്ടിയിൽ ചെന്നു. അവിടെ കുടിച്ചു മാതോ ഉന്മാദനായി നടന്നിരുന്ന റിയാസിനെ ആരോ കൊക്കയിലേക്ക് തള്ളി വീഴ്ത്തി. വാടക മുറിയിൽ തിരിച്ചെത്തിയ സാറ ഒരു ആശ്രയത്തിനു വേണ്ടി കരഞ്ഞു. ഓർക്കാതിരുന്നിരുന്ന പടച്ചോനെ വിളിച്ചു കേണപേക്ഷിച്ചു. അവളുടെ ദുഃഖത്തിൽ മനമുരുകിയ ആരൊരാൾ സാറയുടെ പേരിൽ ഒരു കത്ത് തയ്യാറാക്കി. ശ്രീനിവാസന് അന്ന് ലഭിച്ച കത്ത് 2 പ്രാവശ്യം അയച്ചു. അപ്പോൾ തന്നെ മറുപടി എഴുതി തയ്യാറാക്കി വെച്ചു. 5 സംവത്സരം കഴിഞ്ഞു. ശ്രീനിവാസൻ പത്രപ്രവർത്തകൻ മാത്രമല്ലിപ്പോൾ അനാഥരാക്കപ്പെട്ട സ്ത്രീകളെ ശാക്തീകരിക്കാനും അവരുടെ ഉന്നമനത്തിനും അതിജീവനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റി പ്രസ്ഥാനത്തിന്റെ മേലധികാരി കൂടിയാണ്. വസ്ത്രനിർമ്മാണം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം മുതലായ മാർഗങ്ങളിലൂടെ ലക്ഷ്യം കൈവന്നിരിക്കുന്നു. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ലെന്ന് ശ്രീനിവാസനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോറി എസ് കെ വദാക്കൻ.